ഒരു കമൻറ്റ് അല്ലാണ്ട് കുറേ കമൻറ്റ് ഞാൻ കണ്ടു. കമൻറ്റ് കണ്ടിട്ട് ഓൾറെഡി ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കണേ. എൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ്. പഠിത്തം, ജോലി, കൊച്ച്, യൂട്യൂബ്, പ്രമോഷൻ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ടയേർഡാണ്. എല്ലാം കൊണ്ടും എല്ലാം മാനേജ് ചെയ്ത് പോകണം. എങ്ങനെയാന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എനിക്ക്. പക്ഷേ ഇതൊക്കെ കൂടി ഒറ്റയ്ക്കാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. വീട്ടിലെ നമ്മൾ നിൽക്കുന്നതിൻ്റെ വാടക, ഷിഫ്റ്റിംഗ് ആണ്, വാടക, പിന്നെ ചിട്ടി, കാറിൻ്റെ CC, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ ടോട്ടലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണേ. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഒരുപാട് എഴുതാനുണ്ടാവും. എനിക്കറിയില്ല, ഞാൻ പണ്ടത്തെക്കാളും ഭയങ്കര മടിച്ച് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പഠിക്കാറില്ല. ക്ലാസ്സില്ലാത്തതുകൊണ്ടാണ് മെയിൻലി ഞാനത് വിട്ടുപോയത്. യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 4 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് അതും കൂടി കണ്ട മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ഫാമിലി ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇതിലുള്ള കുഞ്ഞാറ്റയും അതുപോലെ തന്നെ ഇച്ചായനും ഡിവോഴ്സ് ആയി എന്നുള്ളൊരു വാർത്തയായിരുന്നു നമ്മൾ അതിനെ ചെയ്തത്. അതിന് ഫോളോ അപ്പ് എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കുഞ്ഞാറ്റയുടെ ഈ തുടക്കത്തിലുള്ള വീഡിയോ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സിങ് അനുഭവിച്ച ഒരാൾ തന്നെയായിരുന്നു കുഞ്ഞാറ്റ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ 2 തലയും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആ സ്ത്രീ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും എല്ലാം കൊണ്ട് തന്നെ കുറിയും അതുപോലെ തന്നെ വീട്ടിലെ വൈദ്യുതി ബില്ലും അതുപോലെ തന്നെ ഭക്ഷണവും എല്ലാം തന്നെ കരപ്പിടിപ്പിക്കാൻ വേണ്ടി ഈ ഒരു കുട്ടി മാത്രം കഷ്ടപ്പെടുന്ന നമ്മൾ കണ്ടത്. അച്ചായന് കാര്യമായിട്ട് ജോലി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാലും അച്ചായനെ കുറ്റപ്പെടുത്താനോ തള്ളിക്കളയാനോ ഒന്നും തന്നെ ഈ സ്ത്രീ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ചേർത്തിപ്പിടിക്കാനാണ് ഒരുപാട് നമ്മുടെ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഈ സ്ത്രീ ശ്രമിച്ചത്. അവരുടെ ഒരു ബ്ലോഗുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, മൊത്തം കരച്ചിലാണ് എന്നുള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നിപ്പോവും. ആ ഒരു സമയത്താണ് കുഞ്ഞാറ്റ പ്രഗ്നൻ്റ് ആവുന്നതും ആ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ആ കുഞ്ഞാറ്റ ചെയ്യുകയാണ്. അതിനിടയിൽ ആ കുട്ടി അബോഷനായി പോവുകയാണ്. അപ്പോഴും ആ ഇച്ചായ എന്ന് പറയുന്ന തൻ്റെ ഭർത്താവിനെ വിട്ടുകളയാൻ വേണ്ടി ആ സ്ത്രീ തയ്യാറായിരുന്നില്ല. എനിക്കും മക്കൾക്കും ഇച്ചായനും വേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നും ഇച്ചായൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല കുട്ടികൾ നഷ്ടപ്പെട്ടതെന്നും ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടാണ് പോയത് എന്നിവരെ അവരുടെ ബ്ലോഗിൽ അവർ പറയുന്നത് നമ്മൾ കണ്ടു. ഇത്രയും സ്നേഹമുള്ള ഒരു സ്ത്രീയെ നമ്മൾ അടുത്ത കാലത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല. അതിനിടയിലാണ് അവർ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നതും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ അത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിനെല്ലാം ഒടുവിൽ അവസാനം ഇപ്പോൾ കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിലാണ് ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തേക്ക് വന്നത്. എന്നാൽ എന്താണ് ഡിവോഴ്സ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വിചാരിക്കും. നമ്മളൊക്കെ വിചാരിച്ചത് എന്ന് പറയുന്നത് ഇച്ചായൻ പണിക്കൊന്നും പോകാതെ വീട്ടിലിരുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് ജീവിതം കരപ്പിടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവർ വേർപിരിഞ്ഞത് എന്ന രീതിയിലായിരുന്നു ഒരുവിധം ഈ ബ്ലോഗ് കാണുന്ന എല്ലാവരും തന്നെ വിചാരിച്ചിരുന്നത് എന്നുള്ളതാണ് സത്യം. എന്നാൽ അതൊന്നുമല്ല സത്യം. സത്യം നിങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും ഞെട്ടിപ്പോകുമെന്നുള്ളതാണ്. ഇച്ചായന് മറ്റ് സ്ത്രീകളുമായിട്ട് ചില ബന്ധങ്ങളും അതുപോലെ തന്നെ മെസ്സേജുകളും കാര്യങ്ങളും എന്തും ഉണ്ടായിരുന്നു എന്ന് അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ ആ പോസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. വ്യക്തമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡിവോഴ്സ് മുന്നോട്ട് വെച്ചത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഞാൻ സ്നേഹിച്ചിരുന്നു, റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും തുറന്ന് പറയാതിരുന്നത്. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് അയച്ച മെസ്സേജ് സ്ക്രീൻഷോട്ട് സഹിതം നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് അയച്ചു കൊടുത്തു എന്നാണ് കുഞ്ഞാറ്റ പറയുന്നത്. ഇത് ഇന്നും ഇന്നലെയും എടുത്ത തീരുമാനമല്ല എന്നും കുഞ്ഞാറ്റ പറയുകയാണ്. 2.5 വർഷം മുൻപ് മൂവാറ്റുപുഴ കുടുംബ കോടതിയിൽ ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിരുന്നു. പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോയത് ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് തീർക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ആണ് എന്നും കുഞ്ഞാറ്റ ഈ പോസ്റ്റിൽ പങ്കുവെക്കുകയാണ്. ഇതെല്ലാം എഴുതിയതിന് ശേഷം ഇതിൻ്റെ അവസാനം എഴുതി വെച്ച ഒരു വാചകം എന്ന് പറയുന്നത് ഇതിലും ബെറ്റർ സൂയിസൈഡ് ആണ് എന്നാണ് നമ്മുടെ കുഞ്ഞാറ്റ പറയുന്നത്. കാരണം ഇതിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. അച്ചായൻ്റെ ചില കുൽസിതങ്ങൾ കാരണമാണ് നമ്മുടെ കുഞ്ഞാറ്റയുടെ ജീവിതം ഇപ്പോൾ ഡിവോഴ്സിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ കഷ്ടപ്പാടുകളൊന്നും ആ സ്ത്രീക്കൊരു വിഷയമേ അല്ല. കാരണം കഷ്ടപ്പെടാൻ ഒരുക്കമാണ്, അതിനുള്ള മനസ്സുണ്ട്, ഹാർഡ് വർക്കാണ് ആ കുട്ടിയെ കൊണ്ട് ഇത്രയും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ കുട്ടി ശ്രമിച്ചത്. അതുപോലെ തന്നെ കറണ്ട് ബില്ലും വാടകയും വീടിൻ്റെ വാടകയും റെൻറ്റും കുട്ടികളുടെ എല്ലാം തന്നെ ആ ഒരു സ്ത്രീയുടെ ഒരൊറ്റ ജോലിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന പണത്തിൽ നിന്നായിരുന്നു കഴിഞ്ഞു പോയത് എന്നുള്ളതാണ്. അതിലൊന്നും ആ കുട്ടിയെ സ്വന്തം ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു
വീഡിയോ ഒരു ചാറ്റിങ്ങുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ആ സ്ത്രീയുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ആ സ്ത്രീക്ക് അത് പൊറുക്കാൻ പറ്റാതെ വന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഭാര്യമാർക്ക് നമ്മുടെ ഭർത്താക്കന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അതും പരസ്ത്രീ ബന്ധവുമായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പുറത്തു തരാൻ വേണ്ടി സാധിക്കുകയില്ല. അത്തരം കുൽസിതങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം കുഞ്ഞാറ്റയുടെ കയ്യിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ പോസ്റ്റിൽ നിന്നും വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ആ ഡിവോഴ്സ് പെറ്റീഷൻ പുറത്തുവിട്ട പോസ്റ്റിന് താഴെ ഒരുപാട് സ്ത്രീകൾ സ്ക്രീൻഷോട്ട് സഹിതം നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കേൾക്കണം, ഇത് തന്നെയാണ് ഈ വിവാഹത്തിൻ്റെ മോചനത്തിലേക്ക് പോയത് എന്നുള്ളതാണ്. അല്ലാതെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ കൊണ്ടല്ല കുഞ്ഞാറ്റ നമ്മുടെ ഇച്ചായനെ വിട്ട് പിരിയേണ്ടി വന്നത്. തീർച്ചയായും ജീവിതത്തിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് സാധിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഈ ബ്ലോഗ് കാണുന്ന ആർക്കും കുഞ്ഞാറ്റയുടെ ജീവിതത്തിൽ ഒരുപാട് സുഖങ്ങളൊന്നും ആ സ്ത്രീ അനുഭവിച്ചിട്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അത്രക്കും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരുന്നു നമ്മുടെ കുഞ്ഞാറ്റയുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തരം പോസ്റ്റിനെല്ലാം മറുപടിയുമായിട്ട് നമ്മുടെ ഇച്ചായനും ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം. ഒരുപാട് ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എന്നിട്ടും ഞാൻ ഒന്നും മിണ്ടാത്തത് എല്ലാം പറയുന്നത് ശരിയാണെന്ന് വെച്ചിട്ടും അതുപോലെ ഏറ്റെടുത്തിട്ടുമൊന്നുമല്ല. പിന്നെ എല്ലാം എന്നെ പറഞ്ഞാലും ചിന്തിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല. കാരണം എല്ലാം എൻ്റെ മാത്രം തെറ്റാണ്. ഞാൻ ചെയ്ത തെറ്റ് ഒരാൾ എൻ്റെ കൂടെ നിർത്തി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് കൂടെയുള്ള ആളിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു എന്നത് മാത്രമാണ്. ഞാൻ 100% എല്ലാം തികഞ്ഞവനൊന്നുമല്ല. എനിക്കും കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ട്. അതിന് ഓരോ കാരണങ്ങളുമുണ്ട്. എനിക്ക് കളിയാക്കലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും നഷ്ടപ്പാടിൻ്റെയും എല്ലാം കഥകൾ എനിക്കും പറയാനുണ്ട് എന്ന് അച്ചായൻ ആ പോസ്റ്റിൽ പങ്കുവെക്കുകയാണ്. എന്നിട്ട് ഏറ്റവും അവസാനം അച്ചായൻ പറയുന്നത്, ഇനി കഴിഞ്ഞത് ഓർക്കാൻ താല്പര്യമില്ല, ഒരു തിരിച്ചു പോക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇച്ചായൻ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ അച്ചായൻ പറഞ്ഞു വെക്കുന്നത് എല്ലാം ഞാൻ ഏറ്റെടുത്തിട്ടൊന്നുമല്ല എന്നും നമ്മുടെ കുഞ്ഞാറ്റയുടെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകളും കാര്യങ്ങളും ഞാൻ ചെയ്തു, അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത് എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഇച്ചായൻ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത്. പക്ഷേ ഇച്ചായൻ പറയുന്നുണ്ട് ഇതിൽ തെറ്റ് ഇച്ചായൻ അംഗീകരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ്. കാരണം ഇനി ഇച്ചായൻ ഒരുപാട് പോസ്റ്റും ഒരുപാട് കാര്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞാറ്റ എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിൽ എല്ലാവിധ തെളിവുകളും ഭദ്രമാണ്. അവർ ആ തെളിവുകൾ പുറത്തു വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇച്ചായട്ടിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ അങ്ങനെയൊന്നും ആ സ്ത്രീ ചെയ്യുന്നില്ല. കാരണം അത്രയ്ക്ക് റെസ്പെക്റ്റാണ്, അത്രയ്ക്ക് സ്നേഹമാണ്, അത്രയ്ക്ക് വാത്സല്യമാണ് എന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഇത്തരം ബ്ലോഗുകളെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഗർഭിണിയായ സമയത്ത് പോലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇച്ചായനെ എവിടെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്ത്രീ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്ന നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ, ഓൾറെഡി ഇപ്പോൾ ഇവർ 2 വ്യക്തികളാണ് എന്നുള്ളതാണ്. നിയമപരമായി ഇവർ രണ്ടാളും വേർപിരിഞ്ഞിരിക്കുന്നു, ഇവർ ഡിവോഴ്സായി എന്ന് പറയുകയാണ്. 2.5 വർഷം മുന്നേ തന്നെ ഡിവോഴ്സിനുള്ള ഒരു തീരുമാനം നമ്മുടെ കുഞ്ഞാറ്റ എടുത്തിരുന്നു. മൂവാറ്റുപുഴ ഫാമിലി കോർട്ടിൽ അതിനുള്ള കേസ് അപ്പീൽ ചെയ്തതിന് ശേഷവും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമോ എന്ന രീതിയിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഒരുപാട് പേർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ടും നടക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അവർ വിദേശത്തേക്ക് പോയത്. അതിനുശേഷമാണ് അവർ ഇപ്പോൾ ഡിവോഴ്സ് ആയിരിക്കുന്നത്. പക്ഷേ ഇവർ 2 വ്യക്തികളാണ് എന്നുള്ളതാണ്. 2 പേർക്കും 2 ആശയങ്ങളും 2 താല്പര്യങ്ങളും 2 കുടുംബങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, യാതൊരു കാരണവശാലും കുഞ്ഞാറ്റ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റിൽ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഫാമിലി മാറ്റർ ഒരു കണ്ടൻറ്റായി ഉന്നയിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ പോലുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാത്തത്. ഒരു ചെറിയ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ഒതുക്കുകയാണ്. വളരെ പക്വത വന്ന ഒരു കുഞ്ഞാറ്റയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൻ്റെ മുന്നേ എന്ത് പറഞ്ഞാലും കരയുന്ന ഒരു കുഞ്ഞാറ്റയെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ആ സ്ത്രീക്ക് വന്നതുകൊണ്ടാവണം ആ സ്ത്രീ അതിൽ നിന്നെല്ലാം പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഒരുപാട് പക്വതയോട് കൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇച്ചായൻ്റെ ജീവിതത്തിലും എന്നെക്കൊണ്ട് ഒരു കുറ്റവും അല്ലെങ്കിൽ ഒരു കുറവുകളും ഇനി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ഒന്നും പുറത്തു വിടാതെ ചെറിയൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനും ഇച്ചായനും വേർപിരിഞ്ഞിരിക്കുന്നു, അതിനുള്ള കാരണങ്ങൾ പോലും കാര്യമായിട്ടൊന്നും തന്നെ കാണിക്കാത്ത രീതിയിൽ പോസ്റ്റിൽ അത് ഒതുക്കുകയായിരുന്നു. അത് തന്നെയാണ് ജീവിതം, അത് തന്നെയാണ് റെസ്പെക്റ്റ്, അത് തന്നെയാണ് സ്നേഹം. തീർച്ചയായിട്ടും കുഞ്ഞാറ്റ ചെയ്ത ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ അവസാനം വരെ കുഞ്ഞാറ്റയ്ക്ക് ഒരു നല്ല ഗുണമായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഇച്ചായന് തീർച്ചയായിട്ടും വേർപിരിഞ്ഞ സമയത്ത് തീർച്ചയായിട്ടും സ്വന്തം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് ഇതൊന്നും ഒരു വിലങ്ങ് തടിയായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇച്ചായനും
ഇച്ചായൻ ഒരു സ്ഥലത്തും നമ്മുടെ ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന സ്ത്രീയെ വളരെ മോശകരമായ രീതിയിലോ വൾഗർ ചെയ്യുന്ന രീതിയിലോ ഒരു പോസ്റ്റുകളും എവിടെയും പങ്കുവെച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഒതുക്കി എന്നുള്ളതാണ്. അത് അദ്ദേഹം തീർച്ചയായിട്ടും ചെയ്യേണ്ടതുമാണ്. കാരണം അല്ലാതെ എല്ലാ തെറ്റുകളും അദ്ദേഹം ഏറ്റെടുത്ത പോലെ ആയിപ്പോവും. ജീവിതമാകുമ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരുടെ ഭാഗത്തും കുറ്റങ്ങളും അതുപോലെ തന്നെ കുറവുകളും ഉണ്ടാകും. അത് രണ്ടാളും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ചിട്ടാൽ തീർച്ചയായിട്ടും ആ കുടുംബം മോശമാവുക എന്നല്ലാതെ നാളെ മക്കൾക്കും മോശമായ രീതിയിൽ മാത്രമേ ബാധിക്കുകയുള്ളൂ. അത് ചെയ്യാത്ത കാലത്തോളം തീർച്ചയായിട്ടും കുഞ്ഞാറ്റ ചെയ്തത് വളരെ നല്ല ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഫാമിലി മാറ്റർ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവച്ചിട്ട് അലക്കുന്നത് അത്ര നന്നാവുകയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുഞ്ഞാറ്റ അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത്. തീർച്ചയായിട്ടും നല്ല ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള ഭാവി ജീവിതത്തിൽ രണ്ടാൾക്കാരും ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് രണ്ടാളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അടുത്ത കാലത്ത് ഒരു ഡിവോഴ്സ് ഏറ്റവും നന്നായി എന്ന് എനിക്ക് തോന്നിയ ഒരു ഡിവോഴ്സ് ആയിരുന്നു ഇവരുടെ എന്നുള്ളതാണ്. ഇവരെ ഫാമിലി ബ്ലോഗ് കാണുന്ന സമയത്തൊക്കെ നമുക്കത് കണ്ടാൽ മനസ്സിലാകും. അത്രയ്ക്കും ഹാർഡ് വർക്കാണ് ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനവും നമ്മുടെ ഇച്ചായൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ബൈ.